നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എസ്&എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്രിസ്മസിൻ്റെ അവധിക്കാലമാണ്. ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ അവധിക്കാലം 10 ദിവസം അത് ആഘോഷിക്കുവാനായിട്ട് ഞങ്ങൾ കാലിഫോർണിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹ്യൂസ്റ്റണിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ടെക്സസ് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ മണിക്കൂറുകളോളം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട് ടെക്സസിൻ്റെ പുറത്തെത്താൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 11 മണിക്കൂർ ഉണ്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് എൽപാസോ എന്ന് പറയുന്ന അതിർത്തി നഗരത്തിലേക്ക് എത്താൻ. അവിടെ ചെന്നതിന് ശേഷം അവിടെ താമസിച്ച് രണ്ടാമത്തെ ദിവസം വീണ്ടും യാത്ര തുടരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിനിടയ്ക്ക് നമുക്ക് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടാവും. അവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷായി പ്രാഥമിക കർമ്മങ്ങൾ കഴിക്കണമെങ്കിൽ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരണം. പിന്നെ ഇടയ്ക്ക് ഗ്യാസ് അടിക്കണം. ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിനാണ് അമേരിക്കയിലെ ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്യാസ് അടിക്കണം. ഗ്യാസ് അടിച്ചുകൊണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരണം. അപ്പോൾ അങ്ങനെ പതിവ് പോലെ അമ്മു ഡ്രൈവ് ചെയ്യുന്നു, ഞാനും ഡ്രൈവ് ചെയ്യുന്നു. സിമിയും അപ്പുവും ബാക്ക് സീറ്റിലുണ്ട്. സിമി ഇത്തവണ ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുന്നു. ഞങ്ങളോടൊപ്പം വരിക. ഈ വഴികളെല്ലാം വളരെ വിജനമാണ്. ഞങ്ങൾ റെസ്റ്റ് ഏരിയയിൽ കയറിയതാണ്. പക്ഷേ ഇത് പിക്നിക് ഏരിയ എന്നാണ് ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നത്. അവിടെ റെസ്റ്റ് റൂമുകളൊന്നും ഉണ്ടാവുകയില്ല. റെസ്റ്റ് റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ കയറിയ പോലെ തന്നെ ഇറങ്ങാതെ ഡ്രൈവ് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ട്രക്കുകളൊക്കെ സാധാരണ ലോങ് ട്രിപ്പ് പോകുന്ന ട്രക്കുകളൊക്കെ ഈ പിക്നിക് ഏരിയയിൽ കയറിയിട്ട് അവരതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ കിടന്നുറങ്ങും. കാരണം ട്രക്കിലാകുമ്പോൾ അവർക്ക് ട്രക്ക് ഡ്രൈവറുടെ ക്യാബിന് തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു ചെറിയ ഒരു റൂമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സുഖമായിട്ട് അതിനകത്ത് ഉറങ്ങാം. നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് ട്രക്കുണ്ട്. വളരെ നല്ല സൗകര്യമാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് യാത്ര അടുത്ത സുപ്രഭാതത്തിൽ എൽപാസോയിലെ താമസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ലോസ് ആഞ്ചൽസിലേക്ക് യാത്ര തുടരുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. ഹോളിഡേ ഇന്നിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളത് രാവിലെ വീണ്ടും പുറപ്പെടുന്നു. സുപ്രഭാതം. തിരക്ക് പതുക്കെ കൂടി വരുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് ഈ റോഡിലൊക്കെ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇനിയും ഞങ്ങൾക്ക് വളരെ ലോങ് ആയിട്ടുള്ള ഡ്രൈവാണ്. ഞങ്ങളുടെ റൂട്ടിൽ ഏകദേശം 10 മണിക്കൂറോളം ആകും ഞങ്ങൾ അവിടെ സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. രാവിലത്തെ ഡ്രൈവിങ് വളരെ സുഖകരമാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം റഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടെൻഷൻ അധികം ഉണ്ടാകത്തില്ല. അമ്മുവാണ് പതിവ് പോലെ രാവിലെ ഡ്രൈവ് ചെയ്യാൻ അമ്മുവാണ് കയറുക. അമ്മു കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഷിഫ്റ്റായിട്ടാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൽപാസോയിൽ നിന്നുള്ള ദീർഘദൂര ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങൾ അടുത്ത രാത്രിയിലേക്ക് കടക്കുന്നു. ഇന്ന് രാത്രി ലോസ് ഏഞ്ചൽസിലെ ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് യാത്രക്കിടയിൽ തന്നെ അമ്മു അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു. റോഡുകളിലൊക്കെ ഈ സമയത്തൊക്കെ ഒത്തിരി ട്രക്കുകളുണ്ടാകും. ഈ ട്രക്കുകൾ കണ്ടെയ്നർ ലോറികൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ ലോറികൾ കാലിഫോർണിയയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകളാണ്. നമുക്ക് എപ്പോഴും അത് ഹ്യൂസ്റ്റണിൽ ഒക്കെ വന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് രാത്രിയിലാണ് കൂടുതലും അവർ ഡ്രൈവിങ്ങിൽ ഇറങ്ങുക. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ സ്പീഡ് ട്രാക്കിലേക്ക് അധികം വരാറില്ല. പാസ് ചെയ്യാൻ വേണ്ടി മാത്രമേ വല്ലപ്പോഴുമൊക്കെ വരാറുള്ളൂ. ഇപ്പോൾ 4ഉം 5ഉം ലൈനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവയെ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. കുഴപ്പമില്ല. ചെയ്യുക എന്നുള്ള ഒരാഗ്രഹത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. കാലിഫോർണിയയിലെ നഗരം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചിലവേറിയ ഒരു സ്ഥലമാണ് അമേരിക്കയിൽ. എല്ലാത്തിനും വില കൂടുതലാണ്. അതുപോലെ ജോലിയിൽ നമുക്ക് പേയ്മെൻറ്റും ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ ഞങ്ങൾ പെട്രോളിന് പെർ ഗാലനാണ് ഇവിടെ പറയുക. അപ്പോൾ ഗാലന് ഞങ്ങൾ പുറപ്പെടുന്ന പെയർലാൻഡിൽ $2.49 ആയിരുന്നു വിലയെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് $5 മാറുന്നു. ഏകദേശം
ഏകദേശം ഇരട്ടി വിലയാണ്. $5 $4.89, $5 $5.10 കാലിഫോർണിയയിലെ ഗ്യാസിൻ്റെ റേറ്റ്. ഇരട്ടി ജീവിത ചെലവുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ഹോംലെസ് പീപ്പിളുണ്ട്. വീട് ഉള്ളവരെക്കാൾ കൂടുതൽ വീടില്ലാത്തവരാണെന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രീറ്റിലും ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള ഗ്യാപ്പിലും ഒക്കെ ആയിട്ട് ഒത്തിരി പാവപ്പെട്ട ജനങ്ങൾ, ഹോംലെസ് പീപ്പിളൊക്കെ ലോസ് ഏഞ്ചൽസിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ലോസ് ഏഞ്ചൽസിൽ എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പുള്ള ഒരു ഹോളിഡേ ഇന്നിലാണ് ഞങ്ങൾ രണ്ടാമത്തെ രാത്രി താമസിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ പുറപ്പെടുകയാണ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾ നിന്നില്ല, പിന്നെ താമസം നേരിടും. അതുകൊണ്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾക്ക് യാത്ര തുടരണം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിവിടെ ഒരു മാർക്കറ്റുണ്ട്, എല്ലാം കൂടിയുള്ളൊരു കോംപ്ലക്സ്. അവിടെ കയറി അതും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പോകാം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞങ്ങളിവിടെ വന്ന് കാറ് ഒരു വശത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. മീറ്റർ പാർക്കിംഗ് ആണ് എല്ലായിടത്തും. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ റോഡ് സൈഡിൽ ഒരാൾ കിടന്നിറങ്ങുന്നത് കാണാം. മരുന്നടിച്ചിട്ടോ കള്ളു കുടിച്ചിട്ടോ ഒക്കെയാണ്. നല്ല തണുപ്പിൽ അത്യാവശ്യത്തിനുള്ള വസ്ത്രമല്ലാതെ അതിന് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഈ മാർക്കറ്റിൽ വന്നു. വലിയ ഒരു ഏരിയയാണിത്. എല്ലാ രാജ്യക്കാരുടെയും ഫുഡ് കിട്ടുന്ന ഒരു കാഫറ്റേറിയയാണ്. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് എല്ലാം. കാരണം ഓരോരോ സ്റ്റാളുകളും ഓരോരോ പ്രദേശത്തിൻ്റെ സംസ്കാരം വിളിച്ചോതിക്കൊണ്ട് തന്നെ വെറൈറ്റി ഫുഡ്സാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി നടക്കാം. അമ്മുവാണ് ഇതിൻ്റെ എല്ലാം ടൂർ പ്ലാനർ. അപ്പോൾ അമ്മുവിൻ്റെ പുറകെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അമ്മുവിന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുക അത് ടൂർ പ്ലാനിങ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കോഫി ഷോപ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. ഇതിപ്പോൾ തുറന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആൾത്തിരക്ക് കുറവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അത് കൂടിക്കൊണ്ടിരിക്കും. അമ്മയും മോനും കൂടി ഇവിടെ സ്ഥാനം പിടിച്ചു. ഇവിടെ നിന്നിട്ട് സിമിയും അപ്പവും കൂടി സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഈ കോഫി ഷോപ്പിൽ വന്നിട്ട് കോഫി വാങ്ങി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അമ്മ ഇടയ്ക്ക് ഫോട്ടോഗ്രാഫി നടത്തുന്നുണ്ട് അമ്മുവിൻ്റെതായ സ്റ്റൈലിൽ. അമ്മുവിന് വേറെ വ്ളോഗ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ അമ്മുവിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. നല്ല രസമാണ്. ചിട്ടയായിട്ടാണ് എല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആനന്ദം തോന്നും. പ്രത്യേകിച്ച് ഏറ്റവും ഒരു കാര്യം, നമ്മൾ എവിടെ പോയാലും വൃത്തിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കാരണം ഷോപ്പ് എപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സന്ദർശിക്കാറുണ്ട്. കാരണം നല്ല ഫുഡ്, നല്ല കോഫി ഒക്കെ കഴിച്ച് നമുക്കിവിടെ കറങ്ങി നടന്നിട്ട് പോകാം. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. അവർക്ക് മേളിലോട്ട് കയറി പോകാനും മേളിലൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഫ്ലോറിൽ നിന്ന് കാപ്പി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണുക, ആസ്വദിക്കുക. Excellent.
അതേപോലെ സംഭവം ഷെയർ ലൈക്ക് ഹലോ ഞാനെടുത്ത വിഭവങ്ങളല്ലേ അച്ഛൻ എന്താ വേണ്ട? ചീസ് ബർഗർ ഡബിൾ ചീസ് ബർഗർ ഏതാണെന്ന് വെച്ചാൽ മോള് കഴിച്ചോ സോസേജുള്ള തെക്കുണ്ടല്ലോ. കേൾക്കുന്നു ഓർഡർ നമ്മുടെ കോഫിയാണ് അതൊക്കെ പുറത്ത് പോകണം അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുന്നു. നിങ്ങളുടെ കൂടെ വരിക. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.